So hi all, it's me Muhammad Najib Nazar. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ സീരീസിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അല്ല. ഞാനിന്നൊരു ചെറിയ കാര്യം സംസാരിക്കാനായിട്ട് വന്നതാണ്. ഇന്ന് നമ്മുടെ ബഡ്ജറ്റൊക്കെ കഴിഞ്ഞ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ വോളട്ടൈലായിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു ചെറിയ കാര്യം സംസാരിക്കാനായിട്ട് ഞാൻ വന്നത്. ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ഇടാറില്ല, ഇതുവരെ ഇട്ടിട്ടില്ല. ഇപ്പം ഞാനിത് ഇടാനുള്ളൊരു കാര്യം, ഒരു റീസൺ എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനിപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടും ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാനും പഠിപ്പിക്കാനും തുടങ്ങിയിട്ട് വളരെ ചുരുങ്ങിയ കാലമാണ്, 2-2.5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനിടയിൽ തന്നെ കുറേ വീഡിയോസ് എന്നെക്കൊണ്ട് കവർ ചെയ്യാൻ പറ്റി, കുറേ ടോപ്പിക്ക് കുറേ ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റുന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ ചെറിയ രീതിയിലൊരു കമ്മ്യൂണിറ്റി, ഒരു ടെലഗ്രാം ചാനലൊക്കെ തുടങ്ങി. അതുവഴി കുറേ ആൾക്കാരെ ഇപ്പോൾ പരിചയപ്പെട്ടു. ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിലിപ്പം ആഡായിക്കൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടിയുള്ള വലിയ മെമ്പേഴ്സൊന്നുമില്ല, എന്നാലും അതിൽ തന്നെ വളരെ ചെറിയ ആൾക്കാരായതുകൊണ്ട് എല്ലാവരുമായിട്ട് അത്യാവശ്യം കണക്റ്റഡ് ആണ്. എല്ലാവരും പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അതിനകത്ത് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ, സത്യം പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച ദിവസം ഇന്നത്തെ ദിവസമാണ്. അപ്പോൾ അതിനകത്ത് വളരെ സന്തോഷപരമായിട്ടുള്ള കാര്യവും നടന്നു. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് അത്രത്തോളം വിഷമപരമായിട്ടുള്ള കാര്യവും നടന്നു. അതുകൊണ്ട് അതെനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനും ഒരു ചെറിയ ഒരു അവയർനെസ് എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അതായത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഞാൻ വളരെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്തോ അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുമായിട്ട് മാർക്കറ്റിൻ്റെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാറുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം പുള്ളി ഞാൻ പുള്ളിയുടെ സമ്മതം ചോദിക്കാനാണ് ഈ കാര്യം സംസാരിക്കുന്നത്. പേരും കാര്യങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അല്ലാതെ ഞാൻ പറയുകയാണ്. പുള്ളിക്കാരൻ ബഡ്ജറ്റ് ഡേക്ക് മുന്നേ ഇന്നലെ തന്നെ ഒരു കോൾ ഓപ്ഷനൊക്കെ ബൈ ചെയ്ത് വെച്ചു. കാര്യം മാർക്കറ്റ് മൊത്തത്തിൽ എല്ലാവരും ചുറ്റും പറയുന്നത്, നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാലോ, നമ്മളൊരു ന്യൂസ് നോക്കിയാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും അറിയാവുന്ന ട്രേഡേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ബഡ്ജറ്റല്ലേ പോസിറ്റീവ് ആയിരിക്കും, ഒരു രക്ഷയില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ, മറിച്ചാണ്, അങ്ങനെ ആരെങ്കിലും എവിടുന്നേലുമൊക്കെ കേട്ടിട്ടായിരിക്കാം. അപ്പം പുള്ളി ഒരു 17,000 ഇൻ ദ മണി കോൾ ഓപ്ഷൻ തന്നെ വാങ്ങിച്ചു വെച്ചിരുന്നു. അതിന്ന് രാവിലെ തന്നെ നല്ല റെക്കോർഡ് പ്രോഫിറ്റിലായിരുന്നു ഓപ്പൺ ആയത്. അതിനുശേഷം വീണ്ടും കയറും. കാര്യം ബഡ്ജറ്റ് ഡേ അല്ലേ, നാനാ സൈഡിൽ നിന്ന് എല്ലാവരും പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, കയറിപ്പോക്കളും, ബഡ്ജറ്റ് ഡേയിൽ ഇറങ്ങും എന്നുള്ളൊരു പേടിയേ വേണ്ട. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പുള്ളി ഇരുന്നു. അത് ഭീകരമായിട്ട് പുള്ളിക്ക് വീണ്ടും ഒരു നഷ്ടത്തിലോട്ട് പിന്നെ പോവുകയും ആ ഒരു നഷ്ടത്തിൽ തന്നെ പുള്ളി അത് എക്സിറ്റ് ചെയ്യുമെന്നാണ് എനിക്കറിയാൻ പറ്റിയത്. അതിനുശേഷമുള്ള കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റിയില്ല. പിന്നുള്ള ആ ഒരു പുൾ ബാക്കിൽ ഒന്നും എനിക്കറിയില്ല. അപ്പം ആ ഒരു കാര്യം എനിക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ന്യൂസിലൊന്നും ഒരു കാര്യവുമില്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ ചുറ്റും എല്ലാവരും എന്താ പറയുന്നു അത് തന്നെ ആയിരിക്കണം ശരി, അങ്ങനെ നിർബന്ധമില്ല. അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി, അങ്ങനെ ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെല്ലാവരും നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവരും ചാർട്ടിനെ വിശ്വസിക്കുക. നമ്മൾ ടെക്നിക്കലി നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ, ഒരു ഇൻവെസ്റ്റർ കാര്യങ്ങളാണെങ്കിൽ ഞാനത് പറയുന്നില്ല. നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചാർട്ട് റീഡിങ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ചാർട്ടിൽ നോക്കിയിട്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ജസ്റ്റ് ഏറ്റവും കൂടുതൽ തട്ടുന്നിടത്ത് റെസിസ്റ്റൻസ്, താഴെ മാർക്കറ്റ് പ്രൈസിൻ്റെ താഴെയാണ് ഏറ്റവും കൂടുതൽ തട്ടുന്നിടത്തെങ്കിൽ സപ്പോർട്ട് എന്നുള്ള ആ ഒരു ഇത് മാറ്റിയിട്ട് നിങ്ങൾ, അതായത് ഇതിനകത്ത് മെയിനായിട്ട് വർക്കാവുന്നത് നമ്മുടെ സൈക്കോളജിയാണ്, വേറെ ഒന്നുമല്ല. അതായത് ഹ്യൂമൻ ഇമോഷനാണ്. നമ്മളെല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണല്ലോ ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മെയിനായിട്ട് എപ്പോഴും ചാർട്ടിന് എന്താണെന്നുള്ളത് നമ്മളൊന്ന് പഠിക്കുക, ചാർട്ടിനെ സ്നേഹിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന പോയിൻറ്റിൽ എന്താണ് ചാർട്ടിന് പറയാനുള്ളത്, ഇന്ന കാര്യങ്ങൾ വരുമ്പോൾ അത് മേ ബി ശരിയാവാം, തെറ്റാവാം. ഞാൻ ഒരിക്കലും എല്ലാം 100% ശരിയാവും എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ നമ്മളൊന്ന് ചാർട്ടിന് നോക്കിയായിരുന്നെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ എല്ലാ ദിവസവും തലേ ദിവസം വൈകിട്ട് രാത്രി ഒരു 10 മണിക്ക് മുമ്പായിട്ട് തന്നെ ഭീകര കാര്യങ്ങൾ, നിങ്ങൾക്ക് വാങ്ങിക്കാം, ഇന്നത് വിൽക്കാം, നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു, നിങ്ങൾക്ക് ലാഭം കിട്ടും, അത്തരത്തിലുള്ളൊരു സംസാരമേ നമ്മളെ ഗ്രൂപ്പിലില്ല. ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാറ്, നിഫ്റ്റിയുടെ ആയാലും ബാങ്ക് നിഫ്റ്റിയുടെ ആയാലും ഒരു ചാർട്ട് ഇടും. അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ പോയിന്റിലെത്തുമ്പോൾ റിവേഴ്സൽ വരാൻ സാധ്യതയുണ്ട്, ഏതൊക്കെയാണ് അതിൻ്റെ ബൈയിങ് പോയിൻ്റ്, അതായത് ഒരു ബൈയിങ് സോണും സെല്ലിംഗ് സോണും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സൽ വരാൻ സാധ്യതയുള്ളതും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മണീനെസ് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ സാധ്യതയുള്ള ഏരിയകളും, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു
ഒരു 2 ചാർട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് വൈകിട്ട്. അപ്പം അതിനകത്ത് ഇപ്പം ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്കത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അത് മനസ്സിലാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തവരാണെങ്കിൽ മനസ്സിലാവില്ല. കാര്യം ആ ലൈൻസൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി മെമ്പേഴ്സായിട്ടുള്ളവർക്ക് അറിയാം. ഓൾറെഡി നമ്മളത് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് കൂടാതെയും ഞാൻ രാവിലെയും നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് മൊത്തത്തിൽ എല്ലാവരും ബുള്ളിഷ് എന്ന് പറയുന്നെങ്കിലും യൂറോപ്പ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റും എല്ലാം നല്ല അപ്പായിരുന്നു. ഇന്ന് നമ്മുടെ സിംഗപ്പൂർ നല്ലൊരു ഗ്യാപ്പ് അപ്പായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ രാവിലെ ഒരു 9:30-10 മണിക്ക് തന്നെ പറഞ്ഞാണ് നിഫ്റ്റിയിൽ 17,610 റിവേഴ്സലിന് ചാൻസ് ഉണ്ട്. അതിനുശേഷം അതായത് അത് അപ്പാവാനുള്ള സാധ്യത വളരെ കുറവെന്ന് ചാർട്ട് നോക്കുമ്പോൾ അറിയാം. ഞാൻ പറയുന്നല്ല, ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. മേ ബി ബഡ്ജറ്റ് ആയതുകൊണ്ട് അത് ചിലപ്പോൾ പല രീതിയിലും സംഭവിക്കാൻ വരുന്നു. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി എപ്പോഴും ചാർട്ട് പറയുന്നത് നടക്കാനാണ് സാധ്യത. അതിന് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനലി ഒരു പ്രോഫിറ്റിൽ ഒരു ഡേ ട്രേഡർ എന്ന രീതിയിൽ നമുക്ക് വന്നെത്താൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു കാര്യം എനിക്ക് എല്ലാവരുടെ അടുത്തും ഒന്ന് പറയണമെന്ന് തോന്നി. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഓൾറെഡി ഇവിടെ ഇപ്പോൾ കൊടുത്തേക്കാം. ഞാൻ 9:20 തന്നെ ഇട്ടിരുന്നതാണ്, 9:30-ക്കോ 9:45-നോ കണ്ട് ഇട്ടിരുന്നതാണ്. റിവേഴ്സലിന് സാധ്യതയുണ്ട്. അപ്പോൾ അവനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ള കാര്യം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ ആയപ്പം ഒരുപാട് ആൾക്കാർ ബഡ്ജറ്റ് ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ബ്രേക്കൗട്ട് നടക്കാൻ പോകുന്നു, ഇത് നടക്കാൻ പോകുന്നു എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് അവിടെ ഒരു വെർജിൻ CPR പ്ലസ് അവിടെ ഒരു സെല്ലിംഗ് സോണും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നൊരു പോയിൻ്റാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ ഇന്നലെ മാർക്ക് ചെയ്തിട്ട് പറഞ്ഞത് ആ റിവേഴ്സലിന് സാധ്യതയുണ്ട്. കൂടാതെ ഇന്നൊരു ഗ്യാപ്പ് അപ്പും കൂടാണ്. അപ്പോൾ അതെന്തായാലും ഒന്ന് ഫില്ല് ചെയ്യേണ്ടി വരുമെന്ന രീതിയിൽ നമുക്ക് ചാർട്ട് റീഡ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ബഡ്ജറ്റ് ആണ്ട് വോളട്ടൈലാണെന്നൊക്കെ നമുക്ക് പറയാം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ മറ്റൊരു കാര്യം, നമ്മുടെ വേറൊരു സബ്സ്ക്രൈബർ തന്നെ നമുക്കിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനും ഞാൻ ഇന്നത് പറയാൻ കാര്യം എല്ലാവരും ഒരേ വ്യൂവിലങ്ങ് നിൽക്കുകയാണ്. ഇപ്പം ഈ പറയുന്ന ഇവരൊക്കെ ഇപ്പം മാർക്കറ്റ് ഓക്കെ ബഡ്ജറ്റിൻ്റെയൊക്കെ തലേ ദിവസം ഓപ്ഷൻ സെല്ലിങ്ങാണ് ചെയ്തതെങ്കിലും വേണ്ടിയില്ല. കാര്യം എപ്പോഴും ഒരു നല്ലൊരു ഇവൻ്റ് നടക്കുന്നതിന് മുന്നേ നമുക്ക് പ്രീമിയം വിക്സ് ഷൂട്ടായി പ്രീമിയം നല്ല ഹൈപ്പിൽ നിൽക്കുമായിരിക്കും. ആ ഒരു ഇവൻ്റ് കഴിയുമ്പോഴത്തേക്ക് വിക്സ് ഡൗൺ ആവും. അപ്പോൾ പിന്നെ നമുക്ക് പ്രോഫിറ്റിനൊരു സാധ്യത കൂടുതലുണ്ടെന്നെങ്കിലും പറയാം. ഇതെല്ലാവരും ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്തേക്കുന്നത്. അതായത് കിട്ടി പോയാൽ പോട്ടെന്നുള്ള രീതിയിലാണ് എല്ലാവരും ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മളെ വേറൊരു സുഹൃത്തെന്നല്ല, എന്താ പറയുക, ഇതുപോലെ നമ്മുടെ പരിചയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്, നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പർ തന്നെയാണ്. പുള്ളിക്കാരനും എനിക്ക് നമ്മുടെ ഈ ഒരു പോയിന്റ് നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നുകൊണ്ട് ഈ പുള്ളിക്കാരൻ എന്താ ചെയ്തു, പുള്ളിക്കാരൻ്റെ പ്രോഫിറ്റ് കിട്ടി. പുള്ളിക്കാരൻ നല്ല ഇന്നൊരു സെൽ ഓഫ് നടന്ന സമയത്ത് പുള്ളിക്കാരൻ നമ്മുടെ നിഫ്റ്റിയിൽ PE ചെയ്തു, അതുവഴി PE ബൈ ചെയ്തു. അതുകൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് പുള്ളിക്കാരന് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ അതിനുശേഷം എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ മനസ്സിലായത് പുള്ളിക്കാരൻ എനിക്കൊരു താങ്ക്സ് പറയാനായിട്ട്, ഞാനിവിടെ കൊടുത്തേക്കാൻ എന്തായാലും ആ മെസ്സേജ് പുള്ളിക്കാരൻ എനിക്ക് താങ്ക്സ് പറയാനായിട്ടാണ് അയച്ചത്. ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു ഇതൊന്ന് ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഷെയർ ചെയ്തോട്ടെ എന്ന്. പുള്ളിക്കാരൻ എനിക്ക് സമ്മതിച്ചു, അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് താങ്ക്സും കാര്യങ്ങളും അയച്ചു. പക്ഷേ അതിനുശേഷം പുള്ളിയും പറയുന്നത് ഞാൻ ഇന്ന് താങ്ക്സ് ബ്രോ, ഇന്ന് മാർക്കറ്റ് മുകളിലോട്ടായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിന്നെയാണ്. നല്ല ബ്രോയുടെ മെസ്സേജ് കണ്ടപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അപ്പോഴും അവർക്കും സ്വന്തമായിട്ടുള്ളൊരു തീരുമാനമോ അതവർ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണത് പറഞ്ഞതെന്നുള്ളത് അവർ ചാർട്ട് ബാക്ക് അടിച്ച് നോക്കിയോ ഇല്ലയോ അതെനിക്കറിയില്ല. അപ്പം അതിനുശേഷം ഞാൻ അപ്പോഴും നല്ലൊരു സെൽ ഓഫ് വന്ന് കറക്റ്റ് പുള്ളി എനിക്ക് മെസ്സേജ് അയക്കുന്ന സമയം എനിക്ക് തോന്നുന്നു ഒരു 1-1.25 കണ്ടാണെന്ന് തോന്നുന്നു. ആ ഒരു സെൽ ഓഫ് തീർന്ന് കറക്റ്റ് ബൈയിങ് സോൺ എവിടുന്ന് തുടങ്ങും എന്നുള്ളത് നമ്മൾ തലേ ദിവസം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന പോയിന്റ് വരെ വന്നാലും അത് വരാൻ സാധ്യതയുള്ളെന്നുള്ള കാര്യം. അപ്പോൾ കൃത്യം പുള്ളിക്കാരന് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു ഇവിടുന്ന് ഇനി ഒരു റിവേഴ്സലിനാണ് സാധ്യത. പക്ഷേ അതിൽ ഏറ്റവും വലിയ കോമഡി എന്തെന്ന് പറഞ്ഞാൽ പുള്ളി ആ ട്രേഡും എടുത്തു. പുള്ളിക്ക് ഇന്ന് റെക്കോർഡ് ഒരു പ്രോഫിറ്റായിരുന്നു ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം നമ്മൾ ഞാൻ അപ്പോഴും പുള്ളിയെടുത്ത് പറയുന്ന അതൊരു ഹൈ പ്രോബബിലിറ്റി ട്രേഡാണ്. നമ്മളെപ്പോഴും അല്ലാതെ അതെടുത്തോ അത് അവിടുന്ന് 100% ക്യാരി അങ്ങനല്ല. ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരായാലും അവരപ്പോഴേ ആ ട്രേഡ് അങ്ങ് എടുക്കുകയാണ്. പിന്നെ അതിനെപ്പറ്റി അതെന്താണെന്നുള്ളത് അവർ നോക്കുന്നില്ല. ഞാൻ പറഞ്ഞു വിത്തിൻ 2-3 മിനിറ്റ്സിനുള്ളിൽ അത് നല്ല രീതിയിൽ കയറി തുടങ്ങി. അപ്പോൾ തന്നെ ആ പുള്ളിക്കാരൻ എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കുകയാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു റിവേഴ്സലിന് ചാൻസ് ഉണ്ട് ബ്രോ, അവിടുന്ന് റിവേഴ്സ് ആവാനാണ് സാധ്യത, ഹൈ പ്രോബബിലിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അത് നോക്കിയിട്ട് പോലും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിചാരം. പുള്ളി അപ്പോഴേ അവിടുന്ന് ബൈ ചെയ്തു. അപ്പോൾ അതുവഴി എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ വളരെ നമ്മളെപ്പോലത്തെ ചെറിയൊരു ഗ്രൂപ്പിൽ വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ
വലിയ വലിയ ഒരുപാട് മെമ്പേഴ്സുള്ള ഒരുപാട് ഗ്രൂപ്പ്സും കാര്യങ്ങളും ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. അപ്പം അവിടെയൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് എനിക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. കാര്യം ഇവിടെ പഠനത്തിലുപരി എല്ലാവരും നമുക്ക് എങ്ങനെയാലും ഇതെങ്ങനെ ഒരാൾ നമുക്കൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് നമുക്കും കൂടെ പഠിച്ചെടുക്കണം എന്ന ചിന്തയ്ക്കും പകരം ഒരാളൊരു കോള് പറഞ്ഞു തന്നാൽ അപ്പം തന്നെ അതുകൊണ്ട് എങ്ങനെയും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ചിന്തയാണ് കൂടുതലും ആൾക്കാർക്ക്. അപ്പം അതൊന്നും എല്ലാവരും മാറ്റുക. അത് മാറ്റിയിട്ട് ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ളവരായാലും നിങ്ങൾ ഏത് ഗ്രൂപ്പിലുള്ളവരായാലും ഒരു പോയിൻ്റ് ഒരാൾ പറയുമ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കുക, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുക. അതിലുപരി സാറേ ഇവിടുന്ന് നമ്മൾ കോൾ ഓപ്ഷൻ ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ, ഇങ്ങോട്ട് ചെയ്താൽ നമുക്ക് ലോസ് വരുമോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കാതെ ആരെങ്കിലും ഒരാളൊരു കാര്യം പറയുമ്പോൾ എന്താണ് അതിൻ്റെ റീസൺ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുക, അത് മനസ്സിലാക്കുക. പിന്നെ നെക്സ്റ്റ് ടൈം ആ ചാർട്ടിൽ അങ്ങനൊരു പൊസിഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് ഇങ്ങനൊരു ടെലഗ്രാം ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവങ്ങളോ ഇല്ലാതാകുമ്പോഴത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് കരിയർ അവിടെ നിന്ന് പോകും. അപ്പം അതെനിക്ക് എല്ലാവരുടെ അടുത്തും പറയണമെന്ന് തോന്നി. അപ്പോൾ ബഡ്ജറ്റ് ആയാലും ഏത് ദിവസമായാലും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചാർട്ടിനൊരു പ്രാധാന്യം കൊടുക്കുക. ചാർട്ടിന് പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അനാലിസിസ് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോഴേ നിങ്ങൾക്ക് ഫൈനലി നല്ലൊരു പ്രോ ട്രേഡർ ആവാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് വെറുതെ ഇന്ന് എനിക്ക് വളരെ സാധാരണഗതിയിൽ വളരെ ചെറിയ പ്രോഫിറ്റ് എനിക്ക് ഇന്നത്തെ ദിവസമുള്ളൂ. എനിക്കങ്ങനെ ഭീകര പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ വളരെ കൺസർവേറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അല്ലാതെ ബഡ്ജറ്റ് ചെയ്യാണ്ട് അതുകൊണ്ട് ഇന്ന് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാം ഇത്രയും ലോസ് ഉണ്ടാക്കാം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആ പുള്ളിക്കാരനൊക്കെ എനിക്ക് അയച്ച സ്ക്രീൻഷോട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെയൊക്കെ 5 ഇരട്ടി 6 ഇരട്ടി പ്രോഫിറ്റാണ് പുള്ളിക്ക്. എന്നാൽ എൻ്റെ അത്രയും ക്യാപിറ്റൽ പോലും പുള്ളിക്കില്ല. അപ്പോൾ അതുവഴി എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ കിട്ടിയാൽ കിട്ടി, പോയാൽ പോട്ടെ, അങ്ങനെ ഒരു രീതിയാണ് എല്ലാവരും ചെയ്യുന്നത്. അത് മാറ്റുക എന്നുള്ളത് കമ്പൾസറിയാണ്. എന്നാൽ മാത്രമേ ലോങ് ടേമിലേക്ക് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നല്ല രീതിയിൽ ഡെവലപ്പായി നമുക്ക് ഇതിൽ നിന്നൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു റിട്ടേൺ ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കുക. അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം നമ്മുടെ ഗ്രൂപ്പിലില്ലാത്ത ആൾക്കാരായിരിക്കും ഒരുപാട് പേര്. കാര്യം വളരെ മിനിമം ആൾക്കാരെ നമ്മുടെ ഗ്രൂപ്പിലുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഇന്നലെ ഷെയർ ചെയ്തതും ഇന്ന് എന്തായിരുന്നു മാർക്കറ്റിൽ സംഭവിച്ചെന്നുള്ള കാര്യവും ഞാനൊന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഇപ്പം ഞാൻ ഈ മുകളിൽ കാണുന്ന ഈ ഒരു പിക്കില്ലേ, ഈ ഒരു പിക്ക് നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ നിഫ്റ്റിയുടെ ആയാലും ബാങ്ക് നിഫ്റ്റിയുടെ ആയാലും ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുള്ളത്, ആ പോയിൻ്റ് ഇത്രയും എന്തായിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന ലൈൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി ഉള്ളവർക്ക് അറിയാം. നിങ്ങൾ പുതുതായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇന്നലെ നമ്മളിവിടെ ഇന്നണക്ക് ഒരു ഹൈലി ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണെന്നുള്ളത് നമുക്കറിയാവുന്നതുകൊണ്ടാണ് ഈ റെഡ് ലൈനൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മളെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം. അപ്പം അത് കൃത്യമായിട്ട് എന്താണോ കറക്റ്റ് ആ ഒരു ലൈൻ അതുപോലെ, ഈവൻ ഇന്നൊരു ബഡ്ജറ്റ് ഡേ ആണ് എന്നിട്ട് കൂടി ആ ഒരു ചാർട്ട് എന്താണോ പറയുന്നത് അതുപോലെ അനുസരിച്ചു. ഞാൻ പറഞ്ഞ ഒരു പുള്ളിക്കാരൻ റിവേഴ്സൽ ട്രേഡ് എടുത്തെന്ന് പറഞ്ഞതാണ് ഇവിടുന്നാണ് എടുത്തെന്ന് പറഞ്ഞത്. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സപ്പോർട്ട് സോണാണ്. സപ്പോർട്ട് സോൺ അല്ല, ഇവിടുന്ന് ഹൈ റിവേഴ്സൽ ചാൻസ് ആണ് നമ്മുടെ സ്റ്റഡി പ്രകാരം. അപ്പം അത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഇവിടുന്ന് റിവേഴ്സ് ആവുന്നതെന്നുള്ളത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലായാലും ഈ ട്രെൻഡ് ലൈൻ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വീക്ക്ലി ട്രെൻഡ് ലൈനാണ്. അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിൽ നിങ്ങളെടുത്ത് നോക്കുക, എന്നിട്ട് നിങ്ങളൊരു ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് മന്ത്ലി ക്യാൻഡിൽ നിങ്ങളെടുത്ത് നോക്കുക. ഒരു മന്ത്ലി ക്യാൻഡിൽ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ആക്കിയിട്ട് നിങ്ങൾ ഒരു ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് മന്ത്ലി ക്യാൻഡിൽ ട്രെൻഡ് ലൈനാണ് നിഫ്റ്റി ബാങ്കിൻ്റെ. അപ്പോൾ ആ പോയിന്റ് അതുപോലെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വിങ് ഹൈ ആണ്. അതൊക്കെ ഇപ്പോൾ ഇവിടുന്ന് അത് ബ്രേക്കൗട്ട് ആയാലും ഇതിൻ്റെ അപ്പുറത്തോട്ട് പോവില്ല. ഇതൊക്കെ മുൻകൂട്ടി നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത കേസാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് കൊണ്ടൊന്നല്ല, ആ ചാർട്ടിൽ ഓരോ സോൺ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ബ്യൂട്ടിഫുള്ളി ഏത് ദിവസമായാലും റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഇന്നത്തെ ദിവസം ഈ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈവൻ ബഡ്ജറ്റ് ഡേ ആയിട്ട് കൂടി ആ ഒരു സ്റ്റഡി വർക്കൗട്ട് ആവുന്നെങ്കിൽ അല്ലാത്ത ദിവസം വർക്കൗട്ട് ആവാനുള്ള സാഹചര്യം വളരെ 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 ഹൈ പെർസെൻറ്റേജ് ആണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഓരോ ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ കയറിയാൽ നോക്കറിയാം. ദ സീക്രട്ട് പിവട്ട് എന്ന് തന്നെയാണ് ടെലഗ്രാമിൽ അടിച്ചു നോക്കിയാൽ മതി. അത് നമ്മുടെ ചാനലാണ്. പിന്നെ TSP പബ്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം നടത്താൻ വേണ്ടി 2 ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരു കോൾസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല. ജസ്റ്റ് ഇതെങ്ങനെ വന്നു എന്നൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കാം, അല്ല ഗ്രൂപ്പിൽ ചോദിച്ചാൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. എങ്ങനെയായാലും നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ നിങ്ങൾ മാക്സിമം ചാർട്ടിന് കുറച്ച് പ്രാധാന്യം കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുക.
അപ്പോൾ ഇതായിരുന്നു ഇന്ന് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. എന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊന്നുമല്ല, നമ്മുടെ ചെറിയ ഗ്രൂപ്പിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുന്നെങ്കിൽ വലിയ വലിയ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അതുപോലെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ആ ഒരു രീതിയിൽ നിന്ന് മാറി കാര്യങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമുക്ക് ഒരാളുടെ സഹായം ആവശ്യമാണ്, പക്ഷേ എന്നും നമ്മൾ ഒരാളുടെ സഹായത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഡെവലപ്പ് ആവാൻ പറ്റില്ല. ഇത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാന്നേ ഉള്ളൂ, അതിന് നമുക്ക് ആരുടെ ആവശ്യമൊന്നുമില്ല. അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കുക. നമുക്ക് ഓരോ സ്ട്രാറ്റജീസ് ആയാലും കാര്യങ്ങളായാലും അത് പഠിക്കാൻ ശ്രമിക്കുക. അതുവഴിയുള്ള റിസൾട്ട് ബാക്കിയുള്ളവരൊന്നും വാങ്ങിക്കാൻ നിൽക്കാതെ, അപ്പോൾ അവരെന്നും നിങ്ങൾക്ക് റിസൾട്ട് തന്ന് നിങ്ങളെ ഇങ്ങനെ പേയ്മെൻറ്റ് വാങ്ങിച്ച് 3000 രൂപ വന്നാൽ നിങ്ങൾക്ക് ഈ മാസം ഇത്ര കോൾ തരാം, ഈ മാസം ഇത്ര കോൾ തരാം. ഈവൻ യൂട്യൂബിൽ വരെ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്ത് പ്ലേ ചെയ്താലും ഏറ്റവും കൂടുതൽ നമ്മളതൊക്കെ സെർച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള വീഡിയോസാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളോട്ടൊന്നും പോവാതെ, ഞാൻ ആരും മോശമാണെന്നല്ല പറയുന്നത്, നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചാൽ ഏറ്റവും ബെറ്റർ അതല്ലേ, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു ദിവസത്തെ കുറേ കാര്യങ്ങളിലൂടെ നമ്മുടെ ചെറിയ ഗ്രൂപ്പിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കിയതുകൊണ്ട് ചെറിയ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ള ഉടനെ ഞാൻ പറയാം. വേറൊന്നുമല്ല, വലിയ കാര്യമൊന്നുമല്ല. നെക്സ്റ്റ് വീക്ക് മുതൽ ഇതിപ്പോൾ ഫോട്ടോ ആയിട്ട് ഇടുമ്പോൾ ഒരുപാട് പേർക്കൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റിൻ്റെ ഒരു ഡെയിലി അനാലിസിസ് ഇനിയുള്ള എല്ലാ ദിവസവും നടത്തിയാലോ എന്നാലോചിക്കുകയാണ്. വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഭീകരമായിട്ട് ന്യൂസിനെ കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും സംസാരിക്കില്ല. 10 മിനിറ്റ്, 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൽ എന്താണോ ചാർട്ട് പറയുന്നത്, ഇന്നത്തെ ദിവസം എന്താ ചാർട്ട് പറയുന്നു, നാളെ എന്താണ് ചാർട്ട് പറയാൻ സാധ്യത, ഏതൊക്കെയായിരിക്കും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, ഇത്രയും കാര്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നവർക്ക് വളരെ രീതിയിൽ അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു അനാലിസിസ് സീരീസ് അല്ലെങ്കിൽ ഒരു എപ്പിസോഡ്സ് എല്ലാ ദിവസവും ഇനി ചെയ്താലോ എന്നൊരു പ്ലാനിലുണ്ട്. അപ്പോൾ അങ്ങനെ അത് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കുക. അപ്പം എനിക്കും അറിയാൻ പറ്റുമല്ലോ. കാര്യം നമ്മളിപ്പം വളരെ ചെറിയ ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേർക്ക് അത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. എല്ലാവരും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. ഇപ്പം നമുക്കിതിൽ ചെറിയ ലോസോ അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റോ ഒക്കെ വന്നാലും ഭാവിയിലേക്ക് നമുക്ക് നല്ല രീതിയിൽ സ്റ്റെപ്പ് ചെയ്ത് കയറി പോകാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പറഞ്ഞതുപോലെയൊക്കെ എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും പറഞ്ഞതിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ആരെയും ഫോക്കസ് ചെയ്ത് ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എല്ലാവർക്കും നല്ലത് വരുന്ന കാര്യം മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഓഫ് യു.